പൂർണ്ണമായും ഇല്ലാതാക്കും വരെ നശീകരണം തുടരുമെന്ന് ഒരു പക്ഷം. എത്ര നശിപ്പിച്ചാലും ആശയം മരിക്കില്ലെന്ന് മറുപക്ഷം. വേറെ ആരുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈന്യവും തമ്മിലുള്ള ഇപ്പോഴത്തെ തർക്കം ഇതാണ്. യുദ്ധം 9ാം മാസത്തിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നുള്ള വലിയ പ്രശ്നമാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ മുന്നിൽ. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF, ഇങ്ങനെയാണ് ഇസ്രായേൽ സൈന്യം അറിയപ്പെടുന്നത്. രാജ്യം പിറവികൊണ്ട നാൾ മുതൽ പലസ്തീനെതിരെ യുദ്ധമായതുകൊണ്ട് അവിടെ സർക്കാരും സൈന്യവും ഒറ്റക്കെട്ടാണ്. പക്ഷേ ഇതാദ്യമായി ഇരു വിഭാഗവും തമ്മിൽ പരസ്യമായ ഭിന്നത. ഇസ്രായേൽ സൈനിക തലവന്റെ വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗ്ഗാരി അവിടുത്തെ ഒരു TV ചാനൽ നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ നെതന്യാഹുവിന് തലവേദനയായത്. അതിൽ ഡാനിയൽ ഹഗ്ഗാരി പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കിയെന്ന അവകാശവാദം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണ് എന്നാണ്. എന്താണ് കാരണം? ഹമാസ് ഒരു ആശയമാണ്, ഒരു പാർട്ടിയാണ്, അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അങ്ങനെയുള്ള ഹമാസിനെ ഇല്ലാതാക്കുമെന്ന ചിന്തയുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. ഗാസയിൽ നരനായാട്ട് നടത്തുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് തന്നെയാണോ ഇത് പറയുന്നത് എന്ന് നമ്മൾ അതിശയിച്ചു പോകും. ഗാസ ജനതയോട് എന്തെങ്കിലും സഹതാപം ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഇങ്ങനെയൊരു ലക്ഷ്യവുമില്ലാതെ, ഒരു സ്ട്രാറ്റജിയുമില്ലാതെ എത്ര നാൾ യുദ്ധം ചെയ്യണം എന്ന ഒരു ആശങ്ക, അത്രയേ ഉള്ളൂ. മുമ്പോട്ട് പോകാൻ ഒരു സ്ട്രാറ്റജി വേണം എന്നാണ് സൈന്യത്തിന്റെ ആവശ്യം. സൈന്യം പറയുന്ന സ്ട്രാറ്റജി ഇല്ലാതെ ആകെ പെട്ടുനിൽക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സൈന്യത്തിന്റെ വക്താവിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു: ഹമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം ഇസ്രായേൽ സേന നടപ്പാക്കുക തന്നെ ചെയ്യും. ഇത്രയേയുള്ളൂ. ഇതെല്ലാം വിവാദമായപ്പോൾ ഇരു കൂട്ടരും പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നാലും നെതന്യാഹുവിന്റെ മുന്നിൽ വലിയ ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇനി എന്തെന്ന്. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് പിരിച്ചുവിട്ടത് ഓർമ്മയില്ലേ? എന്തായിരുന്നു ആ വാർ ക്യാബിനറ്റ് അഥവാ യുദ്ധമന്ത്രിസഭ? ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ നിയന്ത്രിച്ചിരുന്നത് 3 അംഗങ്ങൾ മാത്രമുള്ള ആ ക്യാബിനറ്റ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു അതിൽ? പ്രധാനമന്ത്രി നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസ് എന്നിവർ. പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഈ ഒരു ക്യാബിനറ്റിൽ എന്ന് നമുക്ക് തോന്നും. അതിനും ഒരു കാരണമുണ്ടായിരുന്നു. തനിച്ച് ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് തുലാസിൽ നിൽക്കുന്ന സർക്കാരാണ് നെതന്യാഹുവിൻ്റേത്. പിന്തുണയ്ക്കുന്നത് അങ്ങേയറ്റം തീവ്ര വംശീയവാദികളായ പാർട്ടികളും. ഒരു നിലയ്ക്കും അവർ വെടിനിർത്തൽ സമ്മതിക്കില്ല. പക്ഷേ ഇസ്രായേലിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന അമേരിക്ക ചില ഉപാധികളോടെ വെടിനിർത്തലാകാമെന്ന അഭിപ്രായമുള്ളവരാണ്. ഈ ഒരു സമ്മർദ്ദവും നെതന്യാഹുവിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ സഖ്യ സർക്കാരിലുള്ള മന്ത്രിമാരെ ഉൾപ്പെടുത്തിയാൽ അതിൽ ഭൂരിഭാഗവും തീവ്ര നിലപാടുകാരാകും. വെടിനിർത്തലിന് സമ്മതിക്കില്ല, ഇവിടെ ജീവിക്കാൻ തന്നെ അർഹതയില്ലാത്തവരാണ് പലസ്തീൻ ജനത എന്നൊക്കെ കരുതുന്നവരുമാണ്. അപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കണം. അതിനായിരുന്നു 3 പേരുള്ള യുദ്ധമന്ത്രിസഭ. നെതന്യാഹുവിനും തീവ്ര നിലപാടുകാരനായ പ്രതിരോധ മന്ത്രിക്കും പുറമെ മധ്യനിലപാടുള്ള പ്രതിപക്ഷ നേതാവും ഇതിൽ അംഗമായത് അങ്ങനെയാണ്. അവിടെ നെതന്യാഹുവും പ്രതിപക്ഷ നേതാവും ഒന്നിക്കുമ്പോൾ തീവ്ര നിലപാടുകാരനായ പ്രതിരോധ മന്ത്രിക്ക് കാര്യമായ റോളില്ല. ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഗാസയിലെ 40,000-നടുത്ത് ജനങ്ങളെ ഇസ്രായേൽ സേന വധിച്ചു. ലോകം മുഴുവൻ അപലപിച്ചു. ഹമാസിന്റെ കേന്ദ്രങ്ങൾ തകർത്തെന്നാണ് അവകാശവാദം. ഇനി മുന്നോട്ട് പോകാൻ ഒരു പദ്ധതി വേണം. ഗാസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുക, അല്ലെങ്കിൽ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആ പ്രദേശത്തെ നിലനിർത്തുക. ഹമാസിന് പകരം മറ്റൊരു സംഘടനയെ വളർത്തിയെടുത്ത് ഇസ്രായേലിനുള്ള ഭീഷണി ഒഴിവാക്കുക. ഇങ്ങനെ പലതും ആലോചനയിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപ്പാകുന്നില്ല. അങ്ങനെ ഇതിലൊക്കെ പ്രതിഷേധിച്ച് വാർ ക്യാബിനറ്റിലെ ബെന്നി ഗാൻസ് അതിൽ നിന്നൊഴിഞ്ഞു. പകരം മറ്റൊരു മന്ത്രിയെ ഉൾപ്പെടുത്തേണ്ടി വരും. അത് തീവ്ര നിലപാടുകാരനായിരിക്കും. അതിന് നിൽക്കാതെ നെതന്യാഹു വാർ ക്യാബിനറ്റ് അങ്ങ് പിരിച്ചുവിട്ടു. അങ്ങനെ ഒരു സ്ട്രാറ്റജിയുമില്ലാതെ നെതന്യാഹു കുഴങ്ങി നിൽക്കുകയാണ്. യുദ്ധം ചെയ്ത് മടുത്ത സൈന്യത്തിനുള്ളിൽ അങ്ങേയറ്റം അതൃപ്തി. ചുറ്റും വരിഞ്ഞു മുറുക്കുന്ന തീവ്ര നിലപാടുള്ളവർ, മറുഭാഗത്ത് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗാസ ജനത ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.